പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2024 നടന്ന PSCയുടെ 23ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം. അതിൽ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ഡിസ്കഷൻ നമുക്ക് ഇന്ന് ചെയ്യാം അല്ലേ. 22 ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് മാറ്റിയിട്ടുണ്ടാവും അല്ലേ. നന്നായി മാറ്റിയിട്ട് അതിൻ്റെ എന്താണെന്നുള്ളത് നന്നായിട്ട് സിനോണിയംസ്, ആന്റോണിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നോട്ട് ചെയ്തിട്ട് നന്നായിട്ട് റിവിഷൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇന്നൊരു റിവിഷൻ, ഇന്ന് ഈ ക്ലാസ് കാണുമ്പോൾ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ് ഒരു ദിവസം ഒരു നോട്ട് എഴുതി വെച്ചത് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ചെയ്യുക കേട്ടോ. അല്ലാതെ അതിന് പ്രത്യേകം റിവിഷൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നൊരു 20 ക്വസ്റ്റ്യൻ, ഇന്നിപ്പോൾ 40 ക്വസ്റ്റ്യനോളം ഉണ്ട്. ഓക്കെ, ഇനി മലയാളത്തിൽ 20, ഇംഗ്ലീഷിൽ ഒരു 20 ക്വസ്റ്റ്യൻ. അപ്പോൾ 40 ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും അത് കഴിഞ്ഞ ശേഷം മുൻപ് എഴുതി വെച്ച ഒരു ക്ലാസ്സിലത്തെ നോട്ട് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു കൂടാ. എന്നിട്ട് പിറ്റേ ദിവസം നാളെ വേറൊരു ക്ലാസ് വരുമ്പോൾ അതിന് വേറൊരു മുൻപ് തന്നിട്ടുള്ളത് ഒന്ന് നോക്കുക കേട്ടോ. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിവിഷനായിട്ട് വേറെ മാറ്റി വെക്കേണ്ട. എക്സാം കഴിഞ്ഞ് വന്നിട്ട് റിപ്ലൈ തരേണ്ടതാണ്. 20 മാർക്കിൽ 18, 19 മാർക്കൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് താഴെ കമന്റ് ചെയ്യണം. അതിന്റെ സന്തോഷത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ സെക്രട്ടേറിയറ്റ് OAക്കാണെങ്കിലും ASMനൊക്കെ വർക്ക് ആണെങ്കിലും ഇപ്പൊ സെക്രട്ടേറിയറ്റ് OAയുടെ റിസൾട്ട് വന്നിട്ടില്ല. എന്താ ഇവർ കാണിക്കണം എന്നുള്ളത് ഒന്നും അറിയില്ല. 21ാം തീയതിക്ക് ഡേറ്റും വന്നിട്ടുണ്ട്. എന്നിക്കിപ്പോ 28 ആയി ഡേറ്റ് അല്ലേ. 2 മാസത്തിന് മുമ്പും കൂടിയിട്ട് റിസൾട്ട് വരാനായിട്ട് പറ്റുന്നില്ല. എന്താന്ന് അല്ല, എല്ലാവരും കിടന്നിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കല്ലേ. ഞാൻ നല്ല ടെൻഷനിലാണ് കേട്ടോ. എന്താണ് ഇത്, റിസൾട്ട് വരാത്തത്, ഉൾപ്പെടോ ഇല്ലയോ, ആകെ കൺഫ്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. കാറ്റഗറി നമ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വന്നിട്ട് 92 ആണ് കേട്ടോ. 92/2024 ആണ്. നമുക്ക് നോക്കാവേ. മുത്തിക എന്തിന്റെ പര്യായമാണ്? മൃത്തിക അല്ലെ. മൃത്തിക എന്തിന്റെ പര്യായമാണ്? എന്താണ്? മൃത്തിക അല്ലെ. മൃത്തിക എന്ത് നോക്കുക? തടിയാണോ, പാറയാണോ, മണ്ണാണോ, ലോഹമാണോ? മൃത്തിക. ഇവിടെ ഏതാണ്? മണ്ണാണ് കേട്ടോ. മൃത്തിക. മണ്ണിന് നമുക്ക് എന്തും പറയാം, മൃത്തിക എന്നും പറയാം. മൃത്തിക. ഓക്കെ, മൃത്തിക മണ്ണ്. ഇനി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മണ്ണ് കാണുമ്പോ എന്തു പറയണം? മൃത്തികയാണ്. നൈതികം എന്നാൽ നൈതികം നീതിയെ സംബന്ധിച്ചതാണ് നൈതികം. നീതിയെ സംബന്ധിച്ചതാണ് നൈതികം അല്ലെ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ എന്ന് പറയുന്നത് പോലെ നീതിയെ സംബന്ധിച്ചത് നൈതികം. എരി പ്ലസ് തീ ചേർത്തെഴുതിയാൽ ഇതാണ് സി ആണ് അല്ലെ. 67ാമത്തെ ആൻസർ സി ആണ്. എരിതി എന്നൊന്നും വരില്ല കേട്ടോ. എരി പ്ലസ് തീ ചേർന്നാൽ എരിതി. എന്താണ്? എരിതി. തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി, അതായത് ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, ഒരു വാക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഈ ഭാഗത്തും തന്നിട്ടുണ്ട്. അതിൽ തന്നിട്ടുള്ളതിൽ തെറ്റായത് ഏതാണ്? തെറ്റ്? ഇതാണ് അല്ലെ. ഊഷരം. എന്താണ് അല്ലെ? ഊഷരം, ഉർവരം, ഊഷരം എന്നൊക്കെ നമ്മൾ പറയാണ് അല്ലേ. അപ്പൊ ഇവിടെ ഏതാണ് തെറ്റ്? ഇതാണ് തെറ്റ്. അപ്പൊ ഉദ്ധൃതം ഓപ്പോസിറ്റ് അനുദ്ധൃതം. ശരിയാണ്, പഠിച്ചു വെക്കണേ. ഉദ്ധൃതം, അനുദ്ധൃതം. ഉപകൃതം, അപകൃതം. ഉത്സാഹം, നിരുത്സാഹം. ഓക്കെ, ഉദ്ധൃതം, അനുദ്ധൃതം പഠിച്ചോളണേ. ഉദ്ധൃതം, അനുദ്ധൃതം ഓപ്പോസിറ്റ്. ഉപകൃതം, അപകൃതം. ഉത്സാഹം, നിരുത്സാഹം. ജസ്റ്റ് അറൗണ്ട് ദി കോർണർ എന്നതിന്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ. ജസ്റ്റ് നോക്കി, ഇതിനു മുമ്പ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ നിങ്ങള്? ജസ്റ്റ് അറൗണ്ട് ദി കോർണർ. കോർണർ കാണുമ്പോൾ മൂല എന്ന് കാണില്ലേ, നമ്മൾ വേഗം അത് ഇതിലേക്ക് പോകും. അല്ല, ജസ്റ്റ് അറൗണ്ട് ദി കോർണർ ഉടനടി നടക്കാനിടയുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉടനടി നടക്കാനിടയുള്ള കാര്യം എന്താണ്? നമ്മൾ ഗവൺമെന്റ് സർവീസിലേക്ക് കയറുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇനി ഉടനടി നടക്കാനിടയുള്ള കാര്യമാണല്ലേ. അപ്പൊ ജസ്റ്റ് അറൗണ്ട് ദി കോർണർ എന്താണ്? ഉടനടി നടക്കാനിടയുള്ള കാര്യം. അടുത്തത് ശരിയായ ഒറ്റപ്പദം അല്ലെങ്കിൽ ഒറ്റപ്പദങ്ങൾ കണ്ടെത്തുക. 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള ഒറ്റപ്പദങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? കിട്ടുന്നുണ്ടോ? എല്ലാം ഇവിടെ ശരിയാണ്.
ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികമാണ്, വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണമാണ്. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണമാണ്, പിതാവിനെ സംബന്ധിച്ചത് പൈതൃകമാണ്, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു ആണ്. ഓക്കെയാണോ? 4ഉം ശരിയാണ്. അപ്പൊ 4ഉം പ്രീവിയസ് ആയിട്ട് ഓരോന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം, വ്യാകരണത്തെ സംബന്ധിച്ചത് വൈയാകരണം, പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു. പിപാസു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ രൂപം ഏതാണ്? ജഡിലം തന്നിട്ടുണ്ട്. അതിൽ തന്നിട്ടുള്ള കറക്റ്റ് ജഡിലം ഏതാണ് മക്കളെ? ഏതാണ് ജഡിലം? ഈ ജഡിലമാണ്. ജഡിലം. ജഡിലമാണ് ശരിയായിട്ടുള്ള പദം അല്ലെ. എക്സാം ഹാളിൽ ഇതെന്തായാലും കൺഫ്യൂഷൻ വരും. എന്തായാലും ഏത് ടായ് ആണെന്നുള്ളത് അറിയില്ല. അപ്പൊ എസ് ഡായ് ആണ് എന്നുള്ളത് ഓർക്കുക. എസ് ഡാ അല്ലെ, നമ്മൾ എസ് എന്നുള്ളത് ഇങ്ങനെയല്ലേ എഴുതുക. ഓക്കെ, അപ്പൊ ജഡിലം. ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ഇരുമ്പ് എന്ന അർത്ഥം വരുന്നത് യമധ്രുമം, ധ്വാന്തം. ധ്വാന്തം എന്താണ്? ധ്വാന്തം ഇരുട്ടാണ് അല്ലെ. ധ്വാന്തം ഇരുട്ടാണ്. ആയസം, തമിശ്രം. ഏത് വരും? ഇരുമ്പ്. ബി ആണ്. ആയസം പറഞ്ഞാൽ എന്താണ്? ഇരുമ്പ് അല്ലെ. ആയസം പറഞ്ഞാൽ ഇരുമ്പാണ്. നിണം പറഞ്ഞാൽ എന്താണ്? ഇരുമ്പാണ് അല്ലെ. ആയസം ഇരുമ്പ്, നിണം ഇതൊക്കെ എന്താണ്? ഇരുമ്പാണ്. അടുത്തത് ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത്? 4 തന്നിട്ടുണ്ട്, 4 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള വാക്യം? ശരിയായിട്ടുള്ള വാക്യം ബി ആണ്. 2ഉം 3ഉമാണ് ശരി. 20 പശുക്കൾ വാങ്ങി, 30 കുട്ടികൾ വന്നു. കണ്ടോ? 20 പശുക്കൾ വാങ്ങി, 30 കുട്ടികൾ വന്നു. അപ്പൊ 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, ഇവിടെ 20 കണ്ടോ? 20, 30 അല്ലേ? ഇവിടെ എന്താണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്? 1ലും 4ലും മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ 500 തേങ്ങകൾ എന്നാണ്. കൾ എന്ന് വേണ്ട, 500 തേങ്ങ എന്ന് പറഞ്ഞാൽ മതി. 500 എന്നുള്ളത് എടുത്ത് നമ്പർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ വീണ്ടും ഒരു പ്ലൂറൽ വരുന്നത്? തേങ്ങകൾ എന്ന രീതിയിൽ വരണ്ട. 15 മാങ്ങകൾ. മാങ്ങകൾ വേണ്ട, മാങ്ങ മതി. ഓക്കെ, അപ്പൊ അവിടെ അതാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. ഗുരുക്കൾ എന്ന പദത്തിലെ വചനം ഏതാണ്? എത്ര പ്രാവശ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തതാണ് അല്ലേ? ഗുരുക്കൾ എന്താണ്? ഏത് വചനമാണ്? സീലെ പൂജക ബഹുവചനം, ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതാണ് അല്ലേ നമ്മൾ ഗുരുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പൂജക ബഹുവചനമാണ്. ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. നോക്ക, ഇത്ര ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നോക്ക, ഏത് വരും ഇതിലെ ശരിയായിട്ടുള്ള വാക്യം? ഏതാണ്? ചെയ്തോ? ബി ആണ് അല്ലേ? 1ഉം 2ഉം 3ഉം എന്താണ്? തെറ്റാണ്. 1 തെറ്റാണ്, 2 തെറ്റാണ്, 3ഉം തെറ്റാണ്. ശരിയായിട്ടുള്ള വാക്യം ഇതിലുണ്ടോ? അപ്പൊ നമ്മൾ വിചാരിക്കും ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ശരി എന്നുള്ള പ്രസ്താവനയായിരിക്കും നമ്മൾ അന്വേഷിച്ചിട്ട് എക്സാം ഹാളിൽ ഇരിക്കുക. പക്ഷെ അതല്ല, ഇവിടെ 1ഉം 2ഉം 3ഉം തെറ്റ് എന്നുള്ളത് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ശരിയായ പദം ഏത്? ആദരാഞ്ജലികൾ. എങ്ങനെ എഴുതും? ആദരാഞ്ജലികൾ. 76 ബി ആണ് അല്ലേ? ആദരാഞ്ജലികൾ. എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? ആദര അല്ലേ? ആദരാഞ്ജലി. അവിടെ ഒരു ഇത് വരുന്നില്ലേ? ജ കണ്ടോ? കണ്ടോ? ലികൾ. ആദരാഞ്ജലികൾ. നെക്സ്റ്റ്, കടബാധ്യത. അതിനെ എങ്ങനെ വിഗ്രഹിക്കാം? കടബാധ്യത. കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത, കടത്തിലുള്ള ബാധ്യത, കടത്തിന്റെ ബാധ്യത, ബാധ്യതയും കടവും. ഇതൊക്കെ ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു ആകെ ആൻസർ കൺഫ്യൂഷൻ. അതാണ് ഞാൻ ഓപ്ഷൻ വായിക്കാത്തത് കേട്ടോ. കടബാധ്യത വിഗ്രഹിച്ചാൽ ഡിയിലെ കടം മൂലം ഉണ്ടാകുന്ന ബാധ്യതയാണ് കടബാധ്യത. കരചരണാദികൾ ഘടകപദങ്ങളാക്കിയാൽ കര ചരണ അദികൾ. എങ്ങനെ അതിനെ ഘടകപദമാക്കും? ആൻസർ ബി ആണ്. കരം, ശരണം മുതലായവ. ആധി. ആധി എന്ന് പറഞ്ഞാൽ മുതലായവ എന്നതാണ് മീനിങ്. ഓക്കെ, കരം, ശരണം മുതലായവ. നിരാമയൻ എന്നാൽ, നിരാമയൻ എന്നാൽ, നിരാമയൻ സിയാണ്, ദുഃഖമില്ലാത്തവനെയാണ്
നിരാമയൻ എന്ന് പറയാം അല്ലെ. നിരാമയൻ എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തവനെയാണ് നിരാമയൻ എന്ന് പറയുക. നമ്മൾ ഒരിക്കലും നിരാമയൻ എന്ന് പറയില്ലല്ലേ, കാരണം നമ്മൾക്കാകെ ദുഃഖമാണുള്ളത് അല്ലേ. എന്താണ് ഒരു ജോലി എന്നുള്ളൊരു സ്വപ്നം അല്ലേ. അപ്പൊ നമ്മളൊന്നും നിരാമയനല്ല അല്ലെ. ദുഃഖമില്ലാത്തവനാണ് നിരാമയൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി പിരിച്ചെഴുതിയിരിക്കുന്നത് ഏതാണ്? തെറ്റായിട്ട് പിരിച്ചെഴുതിയിരിക്കുന്നത് കണ്ടു. എങ്ങനെയാണ് പിരിച്ചെഴുതുക? കൺ പ്ലസ് തു ആണ്. ശരിയായിട്ടുള്ളതാണ്. എങ്ങനെയാണ്? കൺ പ്ലസ് തു കണ്ടു. കണ്ടോ പിരിച്ചെഴുതുന്നത്? അവൻ. അവൻ എങ്ങനെ പിരിച്ചെഴുതും? ആ പ്ലസ് അൻ ആണ് അവൻ. പ്രത്യക്ഷം പ്രതി പ്ലസ് അക്ഷം. ഇതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തെറ്റായിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വാഗ്ദേവത. വാഗ് പ്ലസ് ദേവത തെറ്റാണ്. അപ്പൊ ഇത് പിരിച്ചെഴുതുന്നത് ഇത് തെറ്റാണ്. ഓക്കെ, നമുക്കിനി ഇംഗ്ലീഷിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. Complete the given sentences using a suitable preposition. തന്നിരിക്കുന്ന സെന്റൻസിന് suitable ആയിട്ടുള്ള preposition ചെയ്യാനാണ്. There was nothing importunate dash him. ഇവിടെ ഏത് വരും? ഏത് preposition ആണ്? on ആണോ, by ആണോ, at ആണോ, about ആണ്? ഇവിടെ നമുക്കറിയാം. നോക്ക്, him ആണ് അല്ലേ. ഒരു സബ്ജക്റ്റിനെ അതിന്റെ ഒബ്ജക്റ്റ് ആക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. he എന്നുള്ളത് him അല്ലെ, അവനെ എന്ന അർത്ഥമുള്ളതാണ്. അപ്പോ നമുക്ക് about him അല്ലെ, അവനെ കുറിച്ച്. there was nothing importunate അല്ലെ. there was nothing importunate about him. ഓക്കെ ആണോ? മനസ്സിലായോ? there was nothing importunate about him. about him അവനെ കുറിച്ചിട്ട് അല്ലെ, അവനെ കുറിച്ചിട്ട്. അതായത് ഇപ്പൊ എന്താ പറയാ, ഒരു അവനെ കുറിച്ചിട്ട് ഒന്നുമില്ല. അതായത് there was nothing importunate അല്ലെ. അതായത് ഒരു എന്താ പറയാ, അലട്ടുന്ന പ്രശ്നങ്ങളോ അവനെ കുറിച്ചൊന്നും, അതായത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ about him. അടുത്ത നോക്ക, യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ ആണ് അല്ലെ. എയോ ആനോ ധ എന്നുള്ളതാണ് ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. 82ാമത്തെ ആൻസർ ചെയ്തു നോക്കൂ. In many countries, it is important to have dash heir to carry on the family name. ഇവിടെ നമ്മുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയാലാണ് നമുക്ക് കറക്റ്റ് ആർട്ടിക്കിൾ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കലും ഇതിനെ ഹെയർ എന്ന് വായിക്കരുത്, എയർ എന്ന് മാത്രമാണ് പറയാൻ പാടുള്ളൂ. എയർ എയർ കണ്ടോ, ഹെയർ എന്നായിരിക്കും നമ്മൾ വായിക്കുക അല്ലെ. പക്ഷെ ഇവിടെ എയർ എന്നായിരിക്കണം. അപ്പൊ എ വന്നത് കൊണ്ട്, മലയാള അക്ഷരം എ വന്നത് കൊണ്ട് ആൻ ആയിരിക്കും അല്ലെ, ആൻ ആയിരിക്കും. Which of the following is correctly spelled? Quintessential എന്ത് വായിക്കും? ഇതിലെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? 83ാമത്തത് എ ആണ്. ക്യുൻ സ്പെല്ലിംഗ് സ്പ്ലിറ്റ് ചെയ്തിട്ടെന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ക്യുൻ എഴുതുക, പിന്നെയോ ടെസ് എഴുതുക, ഡബിൾ എസ് ടെസ്, പിന്നെ എൻഷ്യൽ എന്നും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്ന് സ്പെല്ലിങ്ങുകൾ പഠിക്കുക കേട്ടോ. ക്യുൻ ടെസ് എൻഷ്യൽ എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 എസ് ഉണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണ്. എവരിബഡി ഹാസ് അവോയ്ഡഡ് ഡിസ്കസിംഗ് ദ ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യണം. തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ്? ഏതാണ് ഇവിടെ? പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് ഏതായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ തന്നെ പോസിറ്റീവ് ടാഗിനെയൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് വിടുക. അപ്പൊ ഇവിടെ നമ്മള് വെർബ് എടുക്കണം അല്ലേ. നമ്മളിപ്പോ ഇവിടെ ഏതെടുക്കണം? ഹാസ് എടുത്തു. എവരിബഡി എന്തായി മാറണം? ദേ എന്നായിട്ട് മാറണം. ഹാസ് ദേ എന്ന് ഒരിക്കലും പറയില്ല. ഹാസ് ദേ എന്ന് പറയോ? പറയില്ല. ഹാവ് ഇതിനെ, അപ്പൊ ഹാസിനെ എന്താക്കി മാറ്റണം? ഹാവ് ആക്കിയിട്ട് മാറ്റണം. കാരണം എവരിബഡി എന്ന് എഴുതില്ല. എവരിബഡിക്ക് പകരം നമ്മൾ എന്ത് എഴുതണം? ദേ എന്നായിരിക്കണം എഴുതേണ്ടത്. അപ്പോ ഹാവ് ദേ അല്ലെ, ഹാവ് ദേ. തന്നിരിക്കുന്ന ടാഗ് സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവും ആയി
ആയിരിക്കണം. അപ്പോൾ ആൻസർ ഹാവ് ഇൻഡ് they. ഓക്കെ, അപ്പൊ they എന്നാണ് നമുക്ക് വരുന്നത് എങ്കിൽ ഹാസ് ഒന്നും നമുക്ക് അവിടെ എഴുതാനായിട്ട് പാടില്ല. അടുത്തത് കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസസ് യൂസിങ് എ suitable phrasal verb ആണ് ചോദിച്ചിരിക്കുന്നത്. The sailor was dash on a remote island after the storm wrecked his ship. ഇവിടെ എന്ത് വരും? ഇവിടെ ദുരുപയോഗപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ വരുന്ന ഫ്രേസൽ വെർബാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ദ സെയിലർ വാസ് കാസ്റ്റ് എവേ. ദ സെയിലർ വാസ് കാസ്റ്റ് എവേ. കാസ്റ്റ് എവേ എന്ന് മീനിങ് ദുരുപയോഗപ്പെടുത്തുക. ഓൺ എ റിമോട്ട് ഐലൻഡ് ആഫ്റ്റർ ദ സ്റ്റോം wrecked his ship. Next, choose the word that can substitute the given group of words. A student with highest rank in a class. ആ സ്റ്റുഡന്റിന്, ഒരു സ്റ്റുഡന്റ് ഒരു ക്ലാസ്സിൽ ഹയസ്റ്റ് റാങ്ക് ഉള്ള വ്യക്തിയാണെങ്കിൽ ആ സ്റ്റുഡന്റിനെ നമ്മൾ എന്തു പറയണം? വാലിഡിക്ടോറിയൻ എന്ന് പറയണം. എന്താണ്? വൺ വേർഡ് ആണ് കേട്ടോ, പഠിക്കണം. A student with highest rank in a class. അപ്പൊ ആ സ്റ്റുഡന്റിനെ നമ്മൾ എന്ത് പറയണം? വാലിഡിക്ടോറിയൻ എന്ന് പറയണം. എന്താണ്? വാലിഡിക്ടോറിയൻ എന്ന് പറയണം. അതായത് വാലിഡിക്ടോറിയന്റെ മീനിങ് എന്താണ്? വാഗ്ദാന പ്രസംഗകൻ. എന്താണ്? വാഗ്ദാന പ്രസംഗകൻ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അടുത്തത്, which of the following words is not a compound word? കൂട്ടുകാര് ഇവിടെ നോട്ട് എ എന്നുള്ളത് കാണണം. ഇവിടെ താഴെ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത് ഏതാണ്? എന്താണ് കോമ്പൗണ്ട് വേർഡ്? താഴെ തന്നിരിക്കുന്നതിൽ 4 ഓപ്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വേർഡും കറക്റ്റ് ഉണ്ടാകണം, ഇവിടെ ഒരു വേർഡും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പദങ്ങൾ ആയിരിക്കണം. വീക്ക് എൻഡ് നമ്മൾ രണ്ടിനും സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? വീക്ക് എന്നും നമ്മൾ പറയാറുണ്ട്, എൻഡ് എന്നും നമ്മൾ പറയാറുണ്ട്. സൺഷൈന് സൺ എന്നും പറയാറുണ്ട്, ഷൈൻ എന്നും പറയാറുണ്ട്. ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ്. അല്ലാത്തതാണ് ചോദ്യം അല്ലേ? ബാക്ക് പാക്ക് നമ്മൾ ബാക്ക് എന്ന് പറയാറില്ലേ? പറയാറുണ്ട്. പാക്ക് എന്ന് പറയാറില്ലേ? പറയാറുണ്ട്. അപ്പൊ ഇതുമാണ്. പ്ലേഫുള്ള്, പ്ലേ നമ്മൾ പറയില്ലേ? പ്ലേഫുള്ളിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പ്ലേ എന്ന് നമ്മൾ പറയും, പക്ഷെ ഫുള്ള് FULL ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ ഏത് വരും? ആൻസർ ഏതാണ്? ഇവിടെ ഡി ആണ് അല്ലേ? കോമ്പൗണ്ട് വേർഡ് അല്ലാത്തത് പ്ലേഫുൾ എന്നാണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ പ്രിപ്പോസിഷനിൽ നോക്കി, കണ്ടോ? there was nothing important about him. ഇവിടെ ആർട്ടിക്കിൾ എയർ എന്ന് വായിക്കണം. എ വന്നത് കൊണ്ട് ഇവിടെ ആൻ എന്ന് വന്നു. സ്പെൽറ്റ് വന്നു, കറക്റ്റ് സ്പെല്ലിംഗ് ക്വിൻറ്റസെൻഷ്യൽ. ഏത് വന്നു? QUIN. പിന്നെ ടെസ്സെൻഷ്യൽ. പിന്നെ ഇവിടെ ഹാസ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ ചെയ്തു നോക്കി ഇല്ലേ? ഇവിടെ ഫ്രേസൽ വെർബ് ചെയ്തു നോക്കി. ഇവിടെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് നോക്കി, കോമ്പൗണ്ട് വേർഡിന്റെയും നോക്കി. നെക്സ്റ്റ്, ചൂസ് എ കറക്റ്റ് കോമ്പിനേഷൻ that shows noun to adjective transformation with a suffix. തന്നിരിക്കുന്നതില് കറക്റ്റ് സഫിക്സ് യൂസ് ചെയ്തിട്ടുള്ള വാക്ക് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്ജക്റ്റീവ് ഫോമുകൾ തന്നിട്ടുണ്ട്. നൗണും അതിന്റെ അഡ്ജക്റ്റീവ് ഫോമും തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആ അഡ്ജക്റ്റീവ് ഫോമില് സഫിക്സ് യൂസ് ചെയ്തിട്ടുള്ള വാക്ക് ഏതാണ്? ഡി ആണ്. ഫ്രണ്ട്, ഫ്രണ്ട്ലി, LY എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്ജക്റ്റീവ് ഫോം അല്ലേ? LY. കണ്ടോ? ഫ്രണ്ട്, ഫ്രണ്ട്ലി. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇവിടെ ഡൗൺ സ്ട്രീം എന്ന അണ്ടർലൈൻ ചെയ്ത് തന്ന വാക്കിന്റെ എന്ത് ഫോമാണ്? കറക്റ്റ് അത് തന്നിരിക്കുന്നത് നൗൺ ആണോ, അഡ്വർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, വെർബ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഫാക്ടറി ഡിസ്ചാർജ്ഡ് ഇറ്റ്സ് വേസ്റ്റ് ഡൗൺ സ്ട്രീം
causing pollution in the nearby communities. അല്ലേ? അതായത് ഇതിന്റെ ഒരു ഫാക്ടറിയുടെ മുന്നിൽ കുറെ അല്ലേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവിടെ എന്താണ് ഈ പൊല്യൂഷൻ കാരണം അല്ലേ അവിടെ ആ വേസ്റ്റിന്റെ ഒരു ഡൗൺ സ്ട്രീം അല്ലേ ഡൗൺ സ്ട്രീം ആണ് അല്ലേ അത് ഇത് കാരണം എന്താകുന്നുണ്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട് അല്ലേ അപ്പൊ ഇവിടെ ഒരു വെർബിനെ വിശേഷണം ചെയ്തിരിക്കുകയാണ് അല്ലേ അവിടെ പൊല്യൂഷൻ നടക്കുന്നുണ്ട് ഏത് കാരണം വേസ്റ്റ് ഡൗൺ സ്ട്രീം അല്ലേ അവിടെ വെർബിന്റെ വിശേഷണമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നാമവിശേഷണമല്ല പറഞ്ഞിരിക്കുന്നത് വെർബിന്റെ വിശേഷണമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൻസർ ഏതാണ് ഒരു അഡ്വേർബ് ആണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് നെക്സ്റ്റ് ചൂസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ പേഴ്സൺ who prepares and sells coffee ആ കോഫി പ്രിപ്പയർ ചെയ്യുന്നവരെയും സെൽസ് ചെയ്യുന്ന വ്യക്തികളെയും എന്താണ് പറയുക ബാരിസ്റ്റ എന്നാണ് പറയുക എ പേഴ്സൺ ഹു പ്രിപ്പയർസ് ആൻഡ് സെൽസ് കോഫി ബാരിസ്റ്റ പഠിച്ചു വെക്കണം മുൻകാല ചോദ്യങ്ങളിൽ ഇത് ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ബാരിസ്റ്റ നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ് ഗിവൺ ബിലോ the delicious aroma of freshly prepared meals dash from the കിച്ചണില് delicious aroma meaning സുഗന്ധം അല്ലേ നല്ല delicious ആയിട്ടുള്ള അല്ലേ നല്ല സുഗന്ധം freshly prepared meals അല്ലേ നല്ല സുഗന്ധപരമായ സുഗന്ധത്തോടു കൂടി delicious ആയിട്ടുള്ള fresh ആയിട്ടുള്ള meals prepared ചെയ്യുകയാണ് അല്ലേ ആ സമയത്ത് ആ കിച്ചണിൽ എന്തായിരിക്കും മൊത്തം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ കിച്ചണിൽ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ മൊത്തം ആഹാ നമ്മൾ പറയണ്ട അമ്മ അടുക്കളയിൽ നല്ല മണം ഇല്ലേ ഇവിടെയൊക്കെ മണം അങ്ങോട്ട് പരക്കണു മണമൊക്കെ പ്രസരിക്കണു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ പരക്കുക അല്ലെ കിച്ചണിൽ മുഴുവൻ അത് പരന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മണം അപ്പൊ അതിനെ പറയുന്നത് എന്താണ് പ്രസരിക്കുക പരക്കുക വാപ്സ് എന്നാണ് പറയുക വാപ്സ് WAFTS ആണ് കേട്ടോ പരക്കുക എന്ന അർത്ഥത്തില് പറയുന്നത് പഠിച്ചോ അടുത്തത് കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസസ് യൂസിങ് എ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ തന്നിരിക്കുന്നതിലെ കളക്റ്റീവ് നൗൺ ആണ് ഏതിനെയാണ് പറഞ്ഞിരിക്കുന്നത് ഫിഷിന്റെ കളക്റ്റീവ് നൗൺ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫിഷിന്റെ കളക്റ്റീവ് നൗൺ സ്കൂള് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പണ്ട് കാലങ്ങളിൽ പാടത്ത് കൂടെ പോകുമ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഫിഷിനെ കാണുമ്പോൾ നമ്മൾ തോർത്തൊക്കെ ഇട്ടിട്ട് ഒരു പിടിക്കുന്ന ഒരു വഴിപാടി ഉണ്ട് അല്ലേ അതുകൊണ്ട് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും ഓക്കെ നമ്മളൊരു തോർത്ത് മുണ്ടൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ പാടങ്ങളിലൊക്കെ പോയിട്ട് മീൻ പിടിക്കില്ലേ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക സ്കൂൾ ഓഫ് ഫിഷ് കളക്ട് ചെയ്യുന്നതാണ് ഫിഷിന്റെ സ്കൂളാണ് നെക്സ്റ്റ് കംപ്ലീറ്റ് ദ അൺറിയൽ കണ്ടീഷണൽ ക്ലോസ് വിത്ത് suitable ഓപ്ഷൻ given below ഇവിടെ if ക്ലോസിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഇവിടെ ആൻസർ ചെയ്തു നോക്കൂ ഡാഷ് if you had won the lottery ഇവിടെ നമുക്കറിയാം ഹാഡ് വൺ ആണ് അല്ലെ ഹാഡ് പ്ലസ് V3 ഫോം ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഹാഡ് പ്ലസ് V3 ഫോം വന്നാൽ അവിടെ തീർച്ചയായിട്ടും വുഡ് ഹാവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം വുഡ് ഹാവ് എന്നുള്ളത് ഉണ്ടായിരിക്കണം ഹാഡ് പ്ലസ് V3 വന്നത് കൊണ്ട് ആൻസർ എപ്പോഴും വുഡ് ഹാവ് ആയിരിക്കും വുഡ് ഹാവ് ഇവിടെ വില്ല് തെറ്റ് അല്ലേ ഇവിടെ വുഡ് ഹാവ് ഒന്നുമില്ല തെറ്റ് ആൻസർ വാട്ട് വുഡ് യു ഹാവ് ടേൺ ഇഫ് യു ഹാഡ് വൺ ദി ലോട്ടറി Next, choose the correct alternative from those given as options. Bring a jacket in case. Bring a jacket. ഇവിടെ past form അല്ല present form ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ bring a jacket in case ഇവിടെ present form ഉള്ള സെന്റൻസ് ഏത് എന്ന് മാത്രം ഇവിടെ നോക്കിയാൽ മതി കണ്ടോ got വന്നിരിക്കുന്നു past ആയി മാറ്റി വാസ് വന്നിരിക്കുന്നു പാസ്റ്റ് ആണ് മാറ്റി കണ്ടിന്യൂസ് ഫോം വന്നിരിക്കുന്നു മാറ്റി കണ്ടോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് കോൾഡ് ലേറ്റർ കണ്ടോ മാറ്റി കണ്ടോ അപ്പൊ ഇവിടെ ഈ പ്രസന്റ് ഫോമുള്ള സെന്റൻസ് ഏത് എന്ന് മാത്രം നോക്കിയാൽ മതി കാരണം തന്നിരിക്കുന്ന സെന്റൻസ് പ്രസന്റ് ഫോം ആണ് ബ്രിങ് എ ജാക്കറ്റ് ഇൻ കേസ് ഇറ്റ് ഗെറ്റ്സ് കോൾഡ് ലേറ്റർ നെക്സ്റ്റ് rewrite the sentences using so that വെച്ചിട്ട് താഴെ തന്നിരിക്കുന്ന സെന്റൻസിനെ കറക്റ്റ് ഫോമിലേക്ക് മാറ്റുക The movie was too scary for me to watch it alone. അപ്പൊ ഈ നെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ഇതിന് പകരം സോയും ദാറ്റും ചെയ്യണം എങ്ങനെ ചെയ്യും
ആൻസർ ഏത് വരും ഇവിടെ? ബി ആണ് ഇവിടെ ആൻസർ. ദ മൂവി വാസ്, ടുവിന് പകരം സോ കൊടുക്കുക, സാരി കൊടുക്കുക, ദാറ്റ്. ഓക്കെ, അതുവരെ ഓക്കെ. എന്നിട്ട് ഐ കുഡിന്റ് വാച്ച് ഇറ്റ് എലോൺ. ഐ കുഡിന്റ് വാച്ച് ഇറ്റ് എലോൺ. Next, choose a correct alternative from those given as options. When he returned home. When he, ഇവിടെ ശ്രദ്ധിച്ചോ, when he returned, അല്ലെ പാസ്റ്റ് ആണ് അല്ലെ, അവൻ വീട്ടിലേക്ക് തിരിച്ചപ്പോൾ അല്ലെ, തിരിച്ചു കഴിഞ്ഞു, returned ആണ്. അപ്പൊ ഇനി ഇവിടെ സെന്റൻസും പാസ്റ്റ് ഫോമിൽ ആയിരിക്കണം അല്ലെ, കഴിഞ്ഞ കാര്യത്തെ കുറിച്ചിട്ടായിരിക്കണം ഇവിടെയും സെന്റൻസിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻസ് വന്നു, വെട്ടി മാറ്റി, ആൻസർ അങ്ങോട്ട് മാറ്റി. ഫൗണ്ട് എന്ന് വരണം അല്ലെ, ഫൗണ്ട് എന്ന് വരണം ആൻസർ. കാരണം എന്താണ്, ഇവിടെ പാസ്റ്റിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ഫില്ല് ചെയ്യേണ്ടതും പാസ്റ്റിലുള്ള കാര്യം തന്നെ ആയിരിക്കണം. അപ്പൊ ഇവിടെ എയും ഡിയും പാസ്റ്റിലുണ്ട് അല്ലെ, അപ്പൊ എ ബിയും സിയും പോയി കിട്ടി, അതൊരു സമാധാനമായി. ഹി ഫൗണ്ട് ദാറ്റ് ഹിസ് കാറ്റ് അല്ലെ, കാറ്റ് ഇവിടെ എന്താണ്, റിട്ടേൺഡ് പാസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഏത് ചെയ്യാം, ഏത് വരണം? ഡിഡ് ഫോം വന്നു കഴിഞ്ഞാൽ റിട്ടേൺഡ് അല്ലെ, റിട്ടേൺഡിന് നമ്മള് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഫോം വരും? ഡിഡ് ഫോം ആണ് വരിക അല്ലെ. അപ്പൊ ഇവിടെ ഡിഡ് ഫോം വന്നത് കൊണ്ട് ഇവിടെ ഏതായിരിക്കണം? ഹാഡ് വരണം. ഹാഡ് നോക്ക്ഡ് ഓവർ ദി വേസ്. ഹി ഫൗണ്ട് ദാറ്റ് ഹിസ് കാറ്റ് ഹാഡ് നോക്ക്ഡ് ഓവർ ദി വേസ്. മനസ്സിലായോ? ഇവിടെ റിട്ടേൺഡ് പാസ്റ്റ് ഫോം ആണ്. അതിനെ വെർബ് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺഡ് ഡിഡ് ഫോമിലാണ് വരിക. ഇവിടെ ഡിഡ് ഫോമിൽ വന്നാൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവിടെ എന്ത് ചെയ്യണം? ഹാഡ് ആയിരിക്കണം വരേണ്ടത്. ഇതിന്റെ റൂള് ഞാനിപ്പോ പറഞ്ഞു തരാം കേട്ടോ. He received. Next question. Read the following sentences and begin with scarcely. തന്നിരിക്കുന്ന സെന്റൻസ് scarcely തുടങ്ങിയിട്ട് സെന്റൻസിനെ കംപ്ലീറ്റ് ആക്കാൻ. He received the messages from headquarters. Soon he started. ഫസ്റ്റ് എങ്ങനെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണം? scarcely തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഏത് ആൻസർ വരും ഇവിടെ? scarcely. scarcely കഴിഞ്ഞിട്ട് എന്ത് വേണം? സബ്ജക്റ്റ് അല്ല വരേണ്ടത്, ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് ആയിരിക്കണം. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് ഫോം ആയിരിക്കണം. ഓക്കെ ആണോ? അപ്പൊ scarcely നമ്മൾ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് വരണം. അപ്പൊ ഇവിടെ ഓക്സിലറി വെർബ് വന്നിട്ടില്ല, കട്ട് ചെയ്ത് മാറ്റി. ഇവിടെ രണ്ടെണ്ണത്തിലും ഓക്സിലറി വെർബ് വന്നിട്ടുണ്ട്. അപ്പൊ 97ാമത്തെ അങ്ങനെ ചെയ്യണം. scarcely ഹാഡ് വന്നിട്ടുണ്ട്, സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, പാസ്റ്റ് ഫോം റിസീവ്ഡ് വന്നിട്ടുണ്ട്, ദ മെസ്സേജ് ഫ്രം ഒക്കെ ഒരേത് വന്നിട്ടുണ്ട്, ഹെഡ്ക്വാർട്ടേഴ്സ്. എന്തിനാണ് ദാൻ യൂസ് ചെയ്യുന്നത്? ദാൻ യൂസ് ചെയ്യുന്നുണ്ടോ? കമ്പാരിറ്റീവ് ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ല. വെൻ ഹി സ്റ്റാർട്ടഡ്, കണ്ടോ? വെൻ ഹി സ്റ്റാർട്ടഡ്. scarcely had he received the messages from headquarters when he started. അപ്പോൾ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അടുത്തത്, report the following sentences. Did you watch the film after you finished reading the book? She asked me. അല്ലേ? അപ്പൊ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം? അറിയാം, തന്നിരിക്കുന്ന സെന്റൻസ് ഡയറക്റ്റ് സ്പീച്ചിൽ ഡിഡ് ഫോം വന്നിട്ടുണ്ട്. ഡിഡ് ഫോം വന്നു കഴിഞ്ഞാൽ, ഡയറക്റ്റില് ഡിഡ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റില് മാറ്റുമ്പോൾ എന്താക്കണം? ഹാഡിലേക്ക് മാറ്റണം. അപ്പൊ തന്നെ നമുക്ക് ഇവിടെ വെട്ടിക്കളഞ്ഞു അല്ലേ. അപ്പോ ആൻസർ എങ്ങനെ ചെയ്യണം? ഇഫ് ഹി ഹാഡ് ആണോ? അല്ല അല്ലേ. യു പോയിട്ട് എന്താകണം? ഐ ആകണം അല്ലേ. ഇഫ് യു പോയിട്ട് എന്താകണം? ഐ ആകണം. ഓക്കെ, യു ഫിനിഷ്ഡ് അല്ലേ. അപ്പൊ ഇഫ് ഐ ഹാഡ് എന്ത് ചെയ്യണം? ഇഫ് ഐ ഹാഡ് വാച്ച്ഡ് ദ ഫിലിം ആഫ്റ്റർ ഐ ഹാഡ് ഫിനിഷ്ഡ് റീഡിങ് ദ ബുക്ക്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഡിഡ് ഫോം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹാഡ് ആയിരിക്കണം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വരേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ഹാഡ് വന്നിട്ടുണ്ടോ മക്കളെ? ഇവിടെ ഹാഡ് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു ഹാഡ് ഉള്ളൂ. ഓക്കെ, ഇഫ് ഐ ഹാഡ് വാച്ച്ഡ് ദ ഫിലിം ആഫ്റ്റർ ഐ ഹാഡ് ഫിനിഷ്ഡ് റീഡിങ് ദ ബുക്ക്. Next question. Choose the most suitable passive voice of the given sentences from the options. Active തന്നിട്ടുണ്ട്, പാസീവിലേക്ക് മാറ്റാൻ. Did they lend him some money? Did they lend him some money?
അപ്പൊ എന്ത് ചെയ്യണം? ഏതാണ് ആൻസർ വരിക? 99A ആണ്. വാസ് ഹി ലെൻഡ് പ്രസന്റ് ഫോം ആണ് അല്ലെ, ഡിഡ് പ്ലസ് പ്രസന്റ് ഫോം ആണ് വരിക. അപ്പൊ നമ്മള് ഇവിടെ വാസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് ചെയ്യണം? V2 ഫോം അല്ലെ, V2 ഫോം, V3 ഫോം അല്ലെ, ഏത് ചെയ്യണം? ലെൻഡ് എങ്ങനെ എഴുതും? LENT ഫോമിലേക്ക് മാറ്റണം. വാസ് ഹി ലെൻഡ് സം മണി? ഡിഡ് അല്ലെ, ഡിഡിന്റെ ഫോം എഴുതണം. വാസ് ഹി ലെൻഡ് സം മണി. എന്തിനാണ് ഇവിടെ ബീൻ എന്ന് വരുന്ന ഓപ്ഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം അല്ലേ? ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഇഡിയം അണ്ടർലൈൻഡ്. ഷീ ടേൺഡ് ദ കോർണർ എന്നിന്റെ ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത്. ആഫ്റ്റർ ഹെർ ഡിവോഴ്സ് ഷീ ടേൺഡ് ദ കോർണർ ആൻഡ് ബിക്കേം ഹാപ്പിയർ ദാൻ എവർ. അതായത് അവളുടെ ഡിവോഴ്സിന് ശേഷം അവൾ എന്തായി? എന്നത്തേക്കാൾ ഹാപ്പി ആയി എന്നാണ് ഇവിടെ പറയുന്നത്. അത് 100% പ്രപഞ്ച സത്യമാണ് അല്ലേ? ഡിവോഴ്സ് ആയതിനു ശേഷം അവൾ എന്നത്തേക്കാൾ ഉപരി എന്തായി? ഹാപ്പി ആയി എന്നാണ് പറയുന്നത്. അപ്പൊ ടേൺഡ് ദി കോർണറിന്റെ ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഏത് വരും? ആൻസർ ബി ആണ്. ടു പാസ് ദി ക്രൈസിസ് അല്ലെ, ടു പാസ് ദി ക്രൈസിസ്. അതായത് ഒരു ഭർത്താവുമായിട്ട് ഇരിക്കുമ്പോൾ എന്താണ്? കുറച്ച് ക്രൈസിസ് ഒക്കെ നേരിടേണ്ടി വരും. പക്ഷെ ഡിവോഴ്സ് ആയതിനു ശേഷം എന്ത് ചെയ്തു? അതിനേക്കാൾ ഉപരി ഹാപ്പിയർ ആയി എന്നാണ് പറയുന്നത്. അപ്പൊ ഏതിനു ശേഷമാണ്? ടു പാസ് ദ ക്രൈസിസ്. അതായത് ഇപ്പോ കറക്റ്റ് മീനിങ് ടേൺഡ് ദ കോർണറിന്റെ മീനിങ് പറഞ്ഞത് റിക്കവറിങ് ആഫ്റ്റർ എ ഡിഫിക്കൽട്ട് പീരീഡ്. കണ്ടോ? ആസ് സിറ്റുവേഷൻ. മനസ്സിലായോ? ഓർ സിറ്റുവേഷൻ. റിക്കവർ ആകുകയാണ്. ഏതിൽ നിന്ന്? ആഫ്റ്റർ എ ഡിഫിക്കൽട്ട് പീരീഡിൽ നിന്നും അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്നും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് ചോദ്യത്തിൽ പഠിക്കാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് തന്നെ ഇവിടെ അരമണിക്കൂറോളം ക്ലാസ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ ഗ്രാമറിന്റെയും എന്ത് ചെയ്യാം? റൂൾസുകൾ കുറച്ച് നമുക്ക് പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്ന. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു ചലനം പോലും നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ. ഞാൻ ഇപ്പൊ എക്സാം ഒക്കെ നമുക്ക് ആയതുകൊണ്ട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ക്ലാസ് തരാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മെസ്സേജും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് വന്നാലും ഒരു ദിവസം ക്ലാസ് ഇടാൻ പറ്റാത്ത ഒരു ലെവലാണ് ഇപ്പോൾ. നിങ്ങൾക്ക് തരണം, എൻ്റെ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടാകും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ഉണ്ടാക്കി തരണം. ക്ലാസ് തരാം, ദിവസവും നമുക്ക് ക്ലാസ് തരാം. 2024 ക്വസ്റ്റ്യൻ മക്കളെ ഇനി എവിടെ ആയിട്ടില്ല കേട്ടോ. ഇനിയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്, നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. 23ലേക്ക് കിടക്കണം, 22ലേക്ക് കിടക്കണം. നിങ്ങൾ ഇതിന്റെ ഒപ്പം വന്നോ? നല്ല മാർക്ക് കിട്ടും കേട്ടോ. കുറേ ക്വസ്റ്റ്യൻ നമ്മുടെ കണ്ണിൽ കണ്ട് ശീലമാകുമ്പോൾ എക്സാം ഹാളില് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ സിമ്പിൾ ആയിട്ട് അവിടെ ചെയ്യും. മലയാളം കിട്ടുമ്പോഴും അതുപോലെ ചെയ്യും കേട്ടോ. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ പുതിയ SCRT-യിൽ 5, 7, 9 ലെസൺസ് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പഠിച്ചു മാറ്റുക. ടോപ്പിക് വൈസ് ആയിട്ട് സിലബസ് തീർത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തുക. 70 മാർക്കിനുള്ള ഇത് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു മെസ്സേജ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്ത് കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.